നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്രം സൗജന്യമായി 950ഓളം ബസ്സുകൾ കേരളത്തിന്റെ നിരത്തുകളിൽ ഓടിക്കാനായി നൽകും. പക്ഷേ കേന്ദ്രത്തിന്റെ ഔദാര്യം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ച് കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിലകൊള്ളുന്നു. ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ അതോ കമ്മീഷനടിയോ ഉദ്ദേശം? ഈ ഒരു ചോദ്യമാണ് പലരും വിമർശനമായി ഇപ്പോൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. സർക്കാർ ലാഭകരമായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം നാൾക്കുനാൾ എങ്ങനെ കടം കയറി മുടിപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് നീങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PM ഇ-ബസ് സേവാ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്താകമാനമായി അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായി സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്ക് 950 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അനുവദിക്കണം എങ്കിൽ അതിനുള്ള ഫയൽ കൃത്യമായി വിശകലനം ചെയ്ത് സർക്കാർ പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ അത് ഗതാഗത വകുപ്പ് മടക്കി അയച്ചിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതി ഒരു തരത്തിലും കേരളത്തിന് ലാഭകരമാകില്ല എന്നുള്ള വിലയിരുത്തലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പങ്കുവച്ചിരിക്കുന്നത്. പുതുതായി ഡീസൽ ബസ്സുകൾ ഇതിന് പകരമായി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് മന്ത്രി. അത് മതി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യം അതിവേഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ്, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പോഴും പഴയ കാലത്തിലേക്ക്, കൂടുതൽ നഷ്ടത്തിലേക്ക്, കാർബൺ പുറന്തള്ളൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കേരള സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിൻ്റെ തലയിൽ ഉരുത്തിരിയുന്നത് എന്നുള്ള ചോദ്യം പൊതുജനങ്ങൾ ചോദിച്ചു പോകും. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും അതുകൊണ്ട് ഡീസൽ ബസ്സുകൾ വാങ്ങി ലാഭത്തിലാക്കാമെന്നുള്ള മണ്ടൻ വാദങ്ങളാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഡീസൽ ബസ് വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തുകയുടെ പകുതി ധനവകുപ്പ് വെട്ടിക്കുറച്ചു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞതിന് ശേഷമാണ് ഗതാഗത വകുപ്പിൻ്റെ ഇ-ബസ്സിനോടുള്ള പുറംതിരിയൽ. ഇ-ബസ്സുകൾ വാങ്ങണമെങ്കിൽ 950 ബസ്സുകൾ കിട്ടാൻ സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തി നൽകേണ്ടിയായി വരും. എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാതെ ഡീസൽ ബസ്സുകൾ വാങ്ങണമെങ്കിൽ കേവലം 555 ബസ് വാങ്ങാനായി 93 കോടി രൂപ പ്ലാൻ ഫണ്ടായി നൽകുമെന്ന പ്രതീക്ഷ മാത്രമേ നിലവിലുള്ളൂ. ആ 93 കോടി രൂപയുടെ പകുതി മാത്രം അനുവദിക്കുമെന്ന് പറഞ്ഞാൽ പോലും വളരെ എളുപ്പത്തിൽ അതിനിരട്ടി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനായി സാധിക്കും. ഇതിലാണ് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ട് മന്ത്രി തടി തപ്പുന്നത്. 42 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരുമെന്ന ന്യായമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും അത് ലാഭമല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനുള്ള ഉത്തരം മന്ത്രിക്കില്ല. അതായത് ഒരു ബസ്സിന് ഏകദേശം എങ്ങനെ നോക്കിയാലും 50 ലക്ഷത്തിന് മുകളിലേക്ക് പണം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡീസൽ വണ്ടി വാങ്ങിയാൽ ഇടനിലക്കാർക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ തുകയുണ്ട്. ഒരുപക്ഷെ അതിൽ കണ്ണുനട്ടായിരിക്കും രാജ്യവിരുദ്ധമായ നിലപാട്, സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട്. പല വകുപ്പുകളുടെയും പ്ലാൻ ഫണ്ടുകൾ പകുതിയായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഗതാഗത വകുപ്പിനും അത് തിരിച്ചടിയായിട്ടുണ്ട്. ഈ പണം എന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. മാർച്ച് വരെയാണ് സമയം. തുക വെട്ടിക്കുറയ്ക്കരുത് എന്നുള്ള ആവശ്യത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ് ഗതാഗത വകുപ്പ്. ധനവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കത്തും നൽകി. കേന്ദ്രം 950 ബസ്സുകൾ സൗജന്യമായി നൽകുമെന്നല്ല പറഞ്ഞതെന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തി. അത്രയും തുക കണ്ടെത്തി നൽകാൻ നിലവിൽ പറ്റില്ല. കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ അടങ്ങിയ ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തും ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അതായത് കേരളത്തിന് ബസ്സിന്റെ ആവശ്യമില്ലായിരിക്കും. കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിൽ ഇല്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ മന്ത്രി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ തിരുവനന്തപുരം ഉൾപ്പെടെ ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ലെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പരിഹാസം മാത്രമാണ് മന്ത്രിയുടെ വായിൽ നിന്ന് വന്നത്. ഓടുന്ന വണ്ടിക്ക് സ്ഥലമില്ലെങ്കിൽ ആവശ്യത്തിലധികം വണ്ടികൾ കായംകുളത്തും ചേർത്തലയിലും ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി 555 ബസ്സുകൾ വാങ്ങുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലിട്ട് ഓടിക്കാനാണോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ ചോദിച്ചു പോകും. കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി 950 ഇ-ബസ്സുകൾ ലഭിക്കാനിരിക്കെയാണ് അതൊക്കെ തന്നെ ഒഴിവാക്കി ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും, പല കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനം ഉൾപ്പെടെയുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിൽ 10 നഗരങ്ങളിലായി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 950 ബസ്സുകൾ വരുമ്പോൾ 950ഓളം വരുന്ന കണ്ടക്ടർമാരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. സ്വന്തമായി തന്നെ ടിക്കറ്റിംഗ് സംവിധാനമൊക്കെ ഏർപ്പെടുത്താൻ സാധിക്കുന്നതിലൂടെ കൂടുതൽ പ്രവർത്തനക്ഷമമായി ഇത് മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പ്രവർത്തിച്ച് വളരെ ലാഭകരമായി, വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്.
ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ 12 മീറ്ററും 9 മീറ്ററും നീളമുള്ള 2 വിഭാഗങ്ങളിലായിരിക്കും പുറത്തിറക്കുന്നത്. കേരളത്തിന്റെ ആഗ്രഹം ആദ്യം തന്നെ 12 മീറ്റർ ബസ്സുകൾ വേണമെന്നുള്ളതാണ്. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമായി കണക്കിൽപ്പെടുത്തുന്നത് 150ഓളം ബസ്സുകൾ വീതമായിരിക്കും. ബസ്സിനൊപ്പം തന്നെ ഡ്രൈവർമാരെയും ഈ പദ്ധതി അനുസരിച്ച് കിട്ടും. പക്ഷേ ഇന്ധന ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം. കേന്ദ്രം ചാർജിംഗ് സ്റ്റേഷനൊക്കെ തന്നെ നൽകും. അതുകൂടാതെ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകേണ്ടി വരും. കേന്ദ്രത്തിന്റെ വിഹിതം അടച്ച് വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്ന് തന്നെ കരുതണ്ട. കാരണം മറ്റെല്ലാ ചെലവും കഴിഞ്ഞ് സംസ്ഥാനത്തിന് 1 കിലോമീറ്ററിന് കിട്ടുന്നതാകട്ടെ 1015 രൂപയാണ് ലാഭം. ഈ രീതിയിലാണ് ഈ പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുൻമന്ത്രിയായ ആന്റണി രാജുവും ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണം നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ലാഭകരമാണെന്ന കണക്കുകൾ കോർപ്പറേഷന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്നിട്ടും പഴയതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു നീക്കമാണ് ഗണേഷ് കുമാർ നടത്തുന്നത്. 2025-29 കാലയളവിൽ 3435.33 കോടി രൂപ ചിലവഴിച്ചാണ് സ്വകാര്യ കമ്പനിയുടെ 38,000 ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കാൻ പോകുന്നത്. അതും PM ഇ-ബസ് സേവാ പദ്ധതിയിലൂടെ. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തത് കൊച്ചിയും കോഴിക്കോടുമായി 150 ബസ്സുകളും, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് 100 ബസ് വീതവും, ചേർത്തല, കായംകുളം, കോട്ടയം എന്നിവിടങ്ങളിലേക്ക് 50 ബസ് വീതവുമായിരുന്നു. എന്നാൽ മന്ത്രിസഭയുടെ നിലപാട് അനുകൂലമായാൽ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയൂ എന്ന വസ്തുത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത്. 10 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാനും തീരുമാനമായി. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന്റെ കരാറും വിജ്ഞാപനം ചെയ്തിരുന്നു. 3600 ബസ്സുകൾ വാങ്ങാനും നടത്തിപ്പിനുമാണ്, അതിന്റെ പരിപാലനത്തിനുമാണ് കരാറുള്ളത്. വാങ്ങുന്ന ബസ്സുകൾ 45 നഗരങ്ങളിൽ ഓടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ 3975 ബസ്സുകൾ അവർ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളം മാത്രമാണ് മുഖം തിരിക്കുന്നത്. ബീഹാർ, ചണ്ഡീഗഡ്, ഗുജറാത്ത്, ഹരിയാന, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, മേഘാലയ, ഒഡീഷ, പുതുച്ചേരി, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കരാർ ക്ഷണിച്ചത്. കേരളത്തിലെ 10 നഗരങ്ങൾ കേന്ദ്രത്തിന്റെ മുൻഗണനാ പട്ടികയിൽ കൂടി ഉണ്ടായിരുന്നു. മൊത്തം 169 നഗരങ്ങളുടെ പട്ടികയാണ് നഗരകാര്യ മന്ത്രാലയം തയ്യാറാക്കിയത്. ഗതാഗത സംവിധാനം പരിസ്ഥിതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യം ഈ പദ്ധതിക്ക് പുറകിലുണ്ട്. ഓഗസ്റ്റിലാണ് കേന്ദ്ര മന്ത്രിസഭ ഇതിനുള്ള അംഗീകാരം കൊടുത്തത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത രാജ്യത്തെ 100 നഗരങ്ങളിലാണ് 10,000ഓളം ബസ്സുകൾ ഇങ്ങനെ ഇറക്കാനായി തീരുമാനിച്ചത്. അതിൽ 1000ഓളം ബസ്സുകൾ കേരളത്തിനും സ്വന്തമാവുമായിരുന്നു. നിലവിൽ ഏകോപിത ബസ് സർവീസ് ഇല്ലാത്ത നഗരങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. 45,000 മുതൽ 55,000 വരെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ പദ്ധതിയിലൂടെ കിട്ടുമെന്നതാണ് ഒരു പ്രത്യേകത. 5 ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള നഗരങ്ങളിലേക്ക് 50 ബസ് വീതവും, 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 100 ബസ് വീതവും, ഇനി 20 ലക്ഷത്തിന് മുകളിലേക്ക് 40 ലക്ഷം വരെയുള്ള നഗരങ്ങളിലേക്ക് 150 ബസ്സുകൾ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത്. 57,613 കോടി രൂപയാണ് പ്രാഥമികമായി ഇതിന് ചിലവായി പ്രതീക്ഷിക്കുന്നത്. അതിനായി 20,000 കോടി രൂപയുടെ കേന്ദ്ര സഹായവും ഉണ്ടാകും. ബാക്കി തുകയാണ് സംസ്ഥാന സർക്കാരുകളും പദ്ധതിയിൽ ചേരുന്ന സ്വകാര്യ പങ്കാളികളുമൊക്കെ തന്നെ കണ്ടെത്തേണ്ടതും വഹിക്കേണ്ടതും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വടക്ക് കിഴക്കൻ മേഖലകളിലേക്കും മലയോര സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ അവയുടെ തലസ്ഥാനങ്ങളിൽ 90% ചെലവും കേന്ദ്രം തന്നെ നേരിട്ട് വഹിക്കും. അതും വലിയൊരു അനുഗ്രഹമാണ്. ഇനി KSRTCയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ കണക്കനുസരിച്ച് ഒരു സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സിൽ നിന്നുള്ള പ്രതിമാസ ലാഭം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഡീസൽ ബസ് ഓടിക്കാൻ കിലോമീറ്ററിന് 25 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ ഈ ബസ്സിന് കേവലം 4 രൂപ മാത്രമാണ് ചിലവാകുന്നത്. അതിൽ നിന്ന് തന്നെ ആ അന്തരം മനസ്സിലാകും എത്രത്തോളം നഷ്ടം ഈ ബസ് ഉണ്ടാക്കുന്നുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതിലെ ഔചിത്യം കൂടി വെളിവാകും. തിരുവനന്തപുരം നഗരത്തിൽ 113 ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സാധാരണ സിറ്റി സർവീസിൽ പ്രതിദിനം 3000 യാത്രക്കാരുണ്ടായിരുന്നത് ഇലക്ട്രിക് ബസ് വന്നതോടുകൂടി 80,000 യാത്രക്കാരിലേക്കായി എന്നാണ് KSRTC പറയുന്നത്. ടിക്കറ്റ് നിരക്കടക്കം വലിയ തോതിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10 രൂപയായി കുറച്ച് യാത്രക്കാരെ ഇത് ആകർഷിച്ചു. 40ഓളം പുതിയ ബസ്സുകൾക്ക് പിന്നാലെ ഓർഡർ കൊടുത്തു. ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസ ലാഭമുണ്ടെന്നാണ് KSRTC പറയുന്നത്. 2023 ഏപ്രിൽ മുതൽ 2023 ഡിസംബർ വരെ 2,88,00,000 രൂപയുടെ ലാഭം ഇതിലൂടെ നേടാൻ കഴിഞ്ഞു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി KSRTC ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്തായിരുന്നാലും ഗണേഷ് കുമാറിന്റെ ഈ നിലപാട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് കണക്കാക്കുന്നത്. KSRTC തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളിൽ 60 എണ്ണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭയാണ് വാങ്ങിക്കൊടുത്തത്. 2ാം ഘട്ടമായി 20 ഇ ബസ്സുകളും ടൂറിസത്തിനായി 2 ഡബിൾ ഡെക്കർ ബസ്സുകളുമാണ് പിന്നെ വാങ്ങിയത്. തലസ്ഥാന നഗരത്തെ കാർബൺ രഹിതമാക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. അതിനാവശ്യമായ തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോകുമ്പോഴാണ് മറുഭാഗത്തു നിന്നും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.